ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മട്ടൺ സ്റ്റൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മട്ടൺ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മട്ടണിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് ഒരു 4-5 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. പിഞ്ച് മട്ടൺ ആണെങ്കിൽ 4 വിസിൽ മതി കേട്ടോ. ഇനി ചൂടായ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 4 ഏലക്ക, 2 പട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ 4 പച്ചമുളക് ഞാൻ നടുവേ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പച്ചമുളക് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി 2 മീഡിയം സൈസ് സവോള നീളനെ സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളറൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഞാനിവിടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊട്ടാറ്റോയും ക്യാരറ്റും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ഈ 2ാം പാലിൽ കിടന്ന് നല്ലപോലെ കുക്കായി വരണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്, ഒരുപാട് കുത്തി ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. മട്ടനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മട്ടൻ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നും കൂടി നല്ലപോലെ മിക്സായി വരണം. ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ മട്ടനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഹോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിവിടെ ഒന്നും കൂടി ക്ലോസ് ചെയ്ത് വെക്കുകയാണ്, ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇത് എല്ലാം നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തൻപാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ലാസ്റ്റ് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മട്ടന് പകരം നിങ്ങൾക്ക് ബീഫോ ചിക്കനോ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്യൂസും കിസ്മിസും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ മട്ടൻ സ്റ്റൂ അപ്പത്തിൻ്റെ ഒപ്പം ബ്രെഡിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ ടേസ്റ്റി മട്ടൻ സ്റ്റൂ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. താങ്ക് യു.